നെന്മാറ ഇരട്ടക്കൊലക്കേസിലെ പ്രതി ചെന്താമര പിടിയിലായിരിക്കുകയാണ് എന്നാണ് ഈ ഘട്ടത്തിൽ വരുന്ന പ്രധാനപ്പെട്ട വാർത്ത. നേരത്തെ പോത്തുണ്ടിൽ വ്യാപക തിരച്ചിൽ നടത്തിയിരുന്നു. മാട്ടായി എന്ന പ്രദേശത്ത് ചെന്താമരയെ കണ്ടെന്ന് നാട്ടുകാർ അറിയിച്ചതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു നേരത്തെ തിരച്ചിൽ നടത്തിയത്. ഇന്നത്തെ തിരച്ചിൽ താൽക്കാലികമായി പോലീസ് അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു. നാളെ വീണ്ടും തിരച്ചിൽ നടത്താമെന്നുള്ള ഒരു തീരുമാനത്തിലാണ് പോലീസും നാട്ടുകാരും എത്തിയിരുന്നത്. എന്നാലും പോലീസ് അവിടെ തമ്പടിച്ചിരുന്നു. ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ ചെന്താമര പുറത്തു വരികയാണെങ്കിൽ പിടികൂടാമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം പോലീസിനുണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ ചെന്താമര പിടിയിലായി എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. വിശദാംശങ്ങളുമായി നന്ദഗോപാൽ ചേരുകയാണ്. നന്ദു, എവിടെ നിന്നാണ് ഇപ്പോൾ ഇയാളെ പിടിച്ചത്? വ്യക്തമായ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വരുന്നതേയുള്ളൂ. മാടായി ഭാഗത്തു നിന്നും ചെന്താമരയെ പിടികൂടി എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു പ്രദേശം, അവിടെ കണ്ടു എന്ന് സംശയിക്കുന്ന ആ ഒരു പ്രദേശത്തു നിന്നും ഇത്തരത്തിൽ ഒരു പ്രതിയെ ഈ പിടികൂടി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിയെ കൊണ്ടുവരുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ പോലീസിന്റെ ഭാഗത്തുനിന്നും ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഈ കാര്യത്തിൽ ലഭിച്ചിട്ടില്ല. അല്പസമയത്തിനകം തന്നെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം നൽകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇവിടെ നിന്നും പ്രതിയെ ഇപ്പോൾ കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു വാർത്തയാണ്, വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നാട്ടുകാർക്ക് വളരെയധികം ആശ്വാസകരമായ ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ്. പ്രതിയെ കണ്ടെത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നന്ദഗോപാൽ, ഈ വാർത്ത സ്ഥിരീകരിക്കാനായോ? പ്രതി തന്നെയാണ് പിടിയിലായി എന്നാണോ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ തിരച്ചിൽ പോലീസ് താൽക്കാലികമായി അവസാനിപ്പിച്ചിരുന്നല്ലോ. നാളെ വീണ്ടും തിരച്ചിൽ തുടരാനായിരുന്നല്ലോ നേരത്തെ തീരുമാനം. അങ്ങനെയാണെങ്കിൽ നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണോ അതോ പോലീസിന് തന്നെയാണോ പ്രതിയെ പിടികൂടാനായത്? അത്തരത്തിലുള്ള എന്തെങ്കിലും സൂചനകൾ ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ടോ? അത്തരം സൂചനകളൊക്കെ തന്നെ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. പോലീസ് അവരുടെ തിരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ നാട്ടുകാർ ഒരു ഭാഗത്ത് പരിശോധന നടത്തുന്നുണ്ടായിരുന്നു എന്നുള്ളത് അറിയുന്നു. അങ്ങനെയെങ്കിൽ നാട്ടുകാരായിരിക്കണം ഇയാളെ കണ്ടെത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഒരു ഭാഗത്ത് ഇത്തരത്തിൽ ഈ പ്രതിയെ കണ്ടെത്തി എന്ന് തന്നെയാണ് ഇപ്പോൾ സ്ഥിരീകരിക്കാൻ പറ്റുന്ന വിവരം. ഈ കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ, ഈ വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ സ്ഥിരീകരണം ഈ കാര്യത്തിൽ നിലവിൽ ലഭിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങളിലേക്ക്, കൂടുതൽ വ്യക്തതയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കൂ. പ്രതിയെ പിടികൂടിയെങ്കിൽ അത് വലിയ ആശ്വാസത്തിലേക്ക് ഈ നാടിനെ എത്തിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും സ്റ്റേഷനിലേക്ക് പ്രതിയെ അല്പസമയത്തിനകം തന്നെ കൊണ്ടുവന്നേക്കാം എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും നന്ദു, അതിനുശേഷം മാത്രമായിരിക്കും നമുക്ക് ഇതിലൊരു സ്ഥിരീകരണം ഉണ്ടാവുക. ഏതായാലും നന്ദു പറഞ്ഞതുപോലെയാണെങ്കിൽ ആ നാട്ടുകാർക്ക് ഇന്ന് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുമെന്ന് നമുക്ക് പറയേണ്ടി വരും. നേരത്തെ പോത്തുണ്ടിയിലാണ് നമ്മൾ തിരച്ചിൽ നടത്തി എന്ന് പറഞ്ഞത്. മാട്ട എന്ന പ്രദേശത്ത് പ്രതി എന്ന സൂചനയുള്ള ഒരാളെ കണ്ടു എന്ന് നാട്ടുകാർ പറയുന്നു. CCTV ദൃശ്യത്തിൽ പ്രതിക്ക് സാദൃശ്യമുള്ള ഒരാളെ കാണുന്നു എന്ന് പറയുന്നു. ഈ ഘട്ടത്തിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പരിശോധന ശക്തമാക്കുകയും ചെയ്തത്. പോലീസ് ഇന്ന് തൽക്കാലത്തേക്ക് തിരച്ചിൽ അവസാനിപ്പിക്കുകയും നാളെ വീണ്ടും തിരച്ചിൽ തുടരാമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്തിരുന്നെങ്കിലും നാട്ടുകാർ അവിടെ തമ്പടിച്ചിരുന്നു. ഒപ്പം പോലീസും അവിടെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പോലീസിന്റെ പിടിയിലാണോ ഇയാൾ ഉള്ളത് അതോ നാട്ടുകാരാണോ പ്രതിയെ പിടികൂടിയത് എന്നതടക്കമുള്ള സ്ഥിരീകരണം അല്പസമയത്തിനകം മാത്രമേ ലഭിക്കുകയുള്ളൂ. നന്ദു, ഏതായാലും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ വനപ്രദേശത്ത് അയാൾ ഒളിച്ചിരിക്കുകയോ ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ആയിരിക്കുമല്ലേ ഇയാൾ പോലീസ് കസ്റ്റഡിയിലാവുന്നത്? ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കണം. അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഈ ചെന്താമരയുടെ രൂപസാദൃശ്യമുള്ള ഒരു വ്യക്തി ഇത്തരത്തിൽ പോകുന്നതായി CCTV ദൃശ്യങ്ങളിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിനനുസരിച്ചാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ മറ്റു പോലീസ് ഉദ്യോഗസ്ഥരെ കൂടെ ഈ വിവരം അറിയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള പരിശോധന നടക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതിനിടെയാണ് പോലീസ് പിന്നീട് താൽക്കാലികമായി ഈ ഒരു പരിശോധന അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും വലിയ രീതിയിലുള്ള പരിശോധന അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ആരാണ് പ്രതിയെ കണ്ടെത്തിയത്, എങ്ങനെയാണ് പിടികൂടിയത് തുടങ്ങിയ കാര്യങ്ങളിൽ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. ഒപ്പം ചെന്താമരയെ തന്നെയാണോ കണ്ടെത്തിയത് എന്ന കാര്യത്തിലും ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കേണ്ടതുണ്ട്. കണ്ടെത്തിയത് എന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് എവിടെ നിന്ന് കണ്ടെത്തി, എങ്ങനെയായിരുന്നു ചെന്താമരയെ കണ്ടെത്തിയത്, ഒപ്പം ഇയാൾ എവിടെയായിരുന്നു ഒളിവിൽ ഉണ്ടായിരുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. ഈ കാര്യങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്കൊരു വ്യക്തത ലഭിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരും. ഏതായാലും ആശ്വാസകരമായ ഒരു വാർത്തയാണ്. നെന്മാറ ഇരട്ടക്കൊലക്കേസിലെ പ്രതി ചെന്താമരയെ
പിടികൂടി എന്നുള്ള വാർത്തയാണ് വരുന്നത്. അല്പസമയം മുമ്പാണ് പോത്തുണ്ടിയിൽ വ്യാപകമായ തെരച്ചിൽ പ്രതിക്കായി പോലീസും നാട്ടുകാരും സംയുക്തമായി ചേർന്ന് നടത്തിയത്. മാട്ടായി എന്ന പ്രദേശത്ത് ചെന്താമരയെ കണ്ടെന്നുള്ള നാട്ടുകാരുടെ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അങ്ങോട്ടേക്ക് പോയതും പിന്നീട് ആ തിരച്ചിൽ വ്യാപകമാക്കുകയും ചെയ്തത്. നാട്ടുകാർ തമ്പടിച്ചിരുന്നു. അവിടെ ഇപ്പോഴും തിരച്ചിൽ ഇന്നത്തേക്ക് അവസാനിപ്പിച്ചിരുന്നു എങ്കിൽ പോലും നാട്ടുകാർ അവിടെ തമ്പടിച്ചിരുന്നു. നാളെ വീണ്ടും തിരച്ചിൽ തുടരാമെന്നുള്ള ഒരു തീരുമാനത്തിലാണ് പോലീസ് എത്തുകയും ചെയ്തത്. എന്തായാലും നാട്ടുകാർക്ക് ആശ്വാസമൊപ്പം പോലീസിനും ആശ്വാസം. പോലീസ് വളരെയധികം പ്രതിരോധത്തിലായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് ചെന്താമരയെ പിടികൂടാൻ സാധിച്ചിട്ടുള്ളത്. അല്പസമയത്തിന് തന്നെ ചെന്താമരയെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. എങ്ങനെയാണ് ഇയാൾ പിടിയിലായത്? എവിടെ നിന്നാണ് പിടിയിലായത്? പോലീസാണോ അതോ നാട്ടുകാരാണോ ഇയാളെ പിടികൂടിയത്? തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇനി പുറത്തു വരാനുണ്ട്. അഭ്യൂഹങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതിലൊരു സ്ഥിരീകരണം അല്പസമയത്തിനകം തന്നെ ലഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും ആശ്വാസകരമായ ഒരു വാർത്തയാണ്. ഇയാൾ പിടിയിലായി എന്ന് തന്നെയാണ് പറയുന്നത്. ചെന്താമരയെ കണ്ടെന്ന് നാട്ടുകാർ അല്പസമയം മുമ്പ് പോലീസിനെ അറിയിക്കുകയും അതേ തുടർന്ന് പോലീസ് അവിടെ എത്തി വ്യാപകമായി തിരച്ചിൽ നടത്തുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് അവിടെ പ്രതിയെ പിടികൂടിയത് എന്ന് പറയുന്നു. നന്ദഗോപാൽ ചേരുന്നുണ്ട്. നന്ദു, കൂടുതൽ പോലീസ് സന്നാഹം അങ്ങോട്ടേക്ക് പോകുന്നുണ്ടോ? എന്താണിപ്പോൾ നിലവിലെ സ്ഥിതി? മാടായി ഭാഗത്തു നിന്നും പ്രതിയെ കണ്ടെത്തി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ കൂടുതൽ പോലീസ് സന്നാഹം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ പ്രതിയെ കണ്ടെത്താൻ സാധിക്കാത്തതിനെ തുടർന്ന് അല്പസമയം മുൻപ് ഈ പോലീസ് സന്നാഹമൊക്കെ അവിടെ നിന്ന് ഇറങ്ങിയിരുന്നു. പക്ഷേ ഒരു ഭാഗത്ത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രാദേശികമായ പരിശോധനയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ നാട്ടുകാർ തന്നെയായിരിക്കാം ഇത്തരത്തിൽ പ്രതിയെ കണ്ടെത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പോലീസ് തെരച്ചിൽ അവസാനിപ്പിച്ചതിന് ശേഷമാണ് ഈ പ്രതിയെ കണ്ടെത്തി എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കാര്യങ്ങൾ വരുന്നു എന്നുള്ളത് കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് സംസ്കാര ചടങ്ങ് കഴിഞ്ഞിട്ട് ഇയാൾ കീഴടങ്ങുന്ന ഒരു സ്വഭാവമുണ്ട് എന്നുള്ളത് നാട്ടുകാരൊക്കെ നിരന്തരം ചൂണ്ടിക്കാട്ടിയിരുന്നു. അതുവരെ ഇയാൾ പിടികൊടുക്കില്ല എന്നൊക്കെ നാട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെയാണോ ഇവിടെ ഇത് ആവർത്തിച്ചത് എന്നുള്ള കാര്യം കണ്ടെത്തേണ്ടതുണ്ട്. 2019 ഇത്തരത്തിൽ ഈ പ്രതി സജിതയെ കൊലപ്പെടുത്തിയ ശേഷം പ്രതിയെ പിടികൂടാൻ സാധിച്ചിരുന്നില്ല. സജിതയുടെ സംസ്കാര ചടങ്ങ് കഴിഞ്ഞ അന്ന് രാത്രിയാണ് പ്രതി ഭക്ഷണം കഴിക്കുന്നത്, വീട്ടിലെത്തുന്നതും പ്രതിയെ പിടികൂടുകയും ചെയ്യുന്നത്. സമാനമായ രീതിയിൽ ആയിരിക്കും കാര്യങ്ങൾ ഉണ്ടാവുക എന്ന് നാട്ടുകാർ നിരന്തരം പറഞ്ഞിരുന്നു. ഇയാൾ സംസ്കാര ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പ്രതി പിടികൊടുക്കുകയുള്ളൂ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നാട്ടുകാർ പറഞ്ഞു. അങ്ങനെ ഒരു സ്വഭാവ വൈകല്യം, അങ്ങനെ ഒരു സ്വഭാവം ഇയാൾക്ക് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.